ആ കുതിര അങ്ങോട്ട് വീഴുപ്പോ. ആ ഓ എസ്മേനെ വിളിച്ചു. എസ്മേ വന്ന് കൈ തന്നട്ടാ. ഒട്ടും ബയസ്ഡാ വരുന്നിട്ടാ. ടേക്ക് യുവർ ടൈം. I love it. നല്ല രസമല്ലേ അവർക്ക് എടുക്കുന്ന കാണാനായിട്ട്. എല്ലാവരും ഒരേ സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ പണ്ടൊരു മനോരമയിലത്തെ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. 7 കിളികൾ ഒരു കരണ്ട് ഗംഭീര മുകളിലിരിക്കുന്നത്. അപ്പോൾ 6 കിളി ഒരു സൈഡിലേക്ക്, ഒരു കിളി ഒരു അറ്റത്തെ കിളി മാത്രം തിരിഞ്ഞിരിക്കുന്നത്. നല്ല അതുപോലെ ഉണ്ട് എല്ലാവരും ഒരേ സൈഡിലേക്ക്. ഗുഡ് മോർണിംഗ് യു ഫെല്ലസ്. Good morning. What a good sleep. Eh? Oh, 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 oh. Edam ada. Eh? Good morning, ma'am. Huh? Huh? I know. വെള്ളം വീശയൊക്കെ ഉണ്ടല്ലോ. ഓ കണ്ണും കാണാനില്ല പണ്ടാരടങ്ങാനായിട്ട്. ഡമ്മിത്താ ഡമ്മി. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ ഗേൾ. അമ്മ യു ലൈറ്റ് അമ്മ. 7:15. ആ തന്നു. ഇനി തരുന്നൊന്നുമില്ല. ഓ പിന്നെ ഓ വാവ് 2 here. ഓ നോ നോ. ഇതാര് അച്ചു കാണത്തിനോ ഇങ്ങനെ റെഡി. അത്ര പുട്ടോട്ടാണോ നീ? ഓക്കെ ഗുഡ് മോർണിംഗ് യു ഗായ്സ്. ഗെറ്റ് അപ്പ് നൗ. ഗെറ്റ് റെഡി. പിങ്ങതാ കിടക്കണു. നിനക്കൊരു താറാട്ട് എന്നാലും ഇനിയൊരു പൂഞ്ചെപ്പിൽ. അയ്യേ ഈ സോക്സ് നിന്നിട്ടല്ലേ? That's me honey. That's me. That's me honey. How are you feeling? Your tummy is so good? Huh? Better ya? Huh? Still sore? ശരിക്കും like a sore sore? ഇവിടെ നീ ഇങ്ങനെ നിന്റെ ഈ സെൻറ്ററിലെ പല്ലിൻ്റെ ഇടയിൽ മഞ്ഞക്കരി വരുന്നുണ്ട് കേട്ടാ. Why is that? You flossing? പിങ്ങപ്രാ കുഞ്ഞാ എണീക്കറ. 20 പോക്കല്ലേ പോക്കല്ലേ പിങ്ങ. എന്താ ചോമ? വന്നു. പഴയ പാലും കുപ്പി കളക്ടർ എത്തി. ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ കളക്ടർ, അങ്ങനെയൊക്കെ പറയണ പോലെ. ഗുഡ് ഗേൾസ് ആട്ടാ. പോന്നോട്ടാ. പരിപാടി ഇവിടെ കഴിഞ്ഞോട്ടാ. നിങ്ങൾക്ക് കുശുമ്പ് കാണണ? കുശുമ്പ് വിൽക്കുന്നുണ്ട് ഇവിടെ ഒരാൾ. കുശുമ്പ് വിൽക്കുന്നുണ്ട്. രാവിലെ അംബേദ്കർ മറയൂട്ടാ. അവളവിടെ ഇരിക്കുന്നതിനാണ് ഇപ്പം ഇവിടെ നിന്ന് എഴുന്നിട്ടിട്ട് ഇതൊക്കെ എന്താണോ കീലരി? കീലേരി അച്ചുവിനെ കുറിച്ച് ഇന്നലെ ഒരു ആൻറ്റി ചോദിച്ചു കേട്ടാ. കീലേരി അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു എന്നോട്. കീലേരി ഫാൻസ് ഉണ്ട് ഇവിടെ. ആ കുതിര അങ്ങോട്ട് വീഴുപ്പോ. ഓ വെൽ ബാലൻസിങ്. സോതെ നീ വെറുതെ എന്തിനായിട്ട് എണ്ണീറ്റ് എന്നിട്ട് കഷ്ടപ്പെടാൻ നിൽക്കണേ? ഇതുപോലെ ചാരി ഇരുന്ന പോരെ അമ്മച്ചി. ഗുഡ്.
ആ ആ ശരി. എന്തിനാ? ആ സ്വിമ്മിങ് പൂളാ അത്. കുറച്ച് നേരമായി കുശുമ്പ് അവിടെ നിന്ന് ആങ്ങി വരും. എപ്പോൾ ഓടിച്ചിട്ട് മുടി പിടിച്ച് വലിക്കിട്ടോ അതിനെ പോണേ അത്. ആ ഓ ഓ ഓ ഇവിടുന്ന് അപ്പോഴും ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്തു. ആ എൻ്റെ ഇപ്പോൾ സ്പെയിൻ്റെ ഒരു പ്ലെയർ ഉണ്ട് മുടി ഇങ്ങനെ ആക്കിയിട്ട്. അവൻ ഡിഫൻഡ് അവൻ. ഏ ഏ ഏ എന്തായാലും പേര് ക്രോക്കറോ മുടി ഇങ്ങനെ. ആ പുള്ളിയുടെ എന്തോ മകന് വേണ്ടിയിട്ടാണ് മുടി വളർത്തണത് അങ്ങനെ എന്തോ പറഞ്ഞേ. അവൻ്റെ പേരെന്താ? കൊക്കറോ എന്ത് കൊക്കൻ? ആ പേര് എൻ്റെ നീ ലേറ്റ് ആണ്. അതേപോലെയാ ഡിഫൻസ്. നല്ല ചെറിയൊരു കോട മഞ്ഞൊക്കെ ഉണ്ട് പുറത്ത്. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്തു. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ആ ആരൻ കിടന്നു. ആരൻ ഇങ്ങനെ എപ്പോഴും കിടപ്പാ. ഒന്ന് എണീറ്റിരിക്കാൻ പല്ലി. അവിടെ ഇവിടെയൊക്കെ പല്ലി പോകുന്നത്. ആ ആ ആ ആ ആ ഒറ്റപ്പല്ലുണ്ട് ഇവിടെ. ഒറ്റപ്പല്ല്. ആ അപ്പോൾ ഈ ആരെ മടി ഒഴിവുള്ളതെന്ന് നോക്കി നടക്കുക. ഇവള് പല്ലിച്ചില്ല മടിച്ച്. ഞങ്ങളുടെ ഒരു ലില്ലിപ്പൂ വിരിഞ്ഞു കേട്ടാ. ഇത്തവണത്തെ ലില്ലിപ്പൂവിന് നല്ല വൈബ്രന്റ് കളറൊക്കെ ഉണ്ട്. ഇല്ലടാ ഏർമ മാത്രമാണ് ലില്ലി. ഏർമയുടെ പേര് മാറ്റിയിട്ട് അവിടെ ലില്ലി എന്നാക്കട്ടെ. ലില്ലിയമ്മ. അവളെ നിന്നെ തൊടുമ്പോഴേക്ക് നീ നിന്നെ കരയണേ. നീ അതിന് വലിയ ടീമാണല്ലോ. അവള് കൈ വെച്ചതാണ് ഇവിടെ എണീക്കാനായിട്ട്. അപ്പോഴേക്കും അവൾക്ക് ആകെ വീർമതിയായി. ഓ ഇതെന്തിന് എന്റെ കൈ വീണേ? എന്റെ കൈ ഇപ്പനെ ഓടിച്ചെന്നായിരുന്നു. ഞാൻ ഇവിടുത്തെ അടിമക്കണ്ണാ. എന്താ കൊത്തി സ്വഭാവം എന്റെ ഇരിക്കണ മൊത്തം. ആനോ നീ ഇന്നധികം നോക്കണ്ടെന്ന്. നീ എന്തിനാ എന്നോട് പറയുമ്പോ നീ ഇന്നെ നോക്കണ്ടെന്നാണ് അവള് പറഞ്ഞത്. ഓ ഓ ഇവിടെ കളി. നീ ഓ എന്ത്? ആ ലില്ലിയുടെ ഇട റൂട്ട് പറഞ്ഞ തെറ്റിപ്പോയിട്ടില്ല. ഇങ്ങനെ ഇടയിൽ കൂടെയാണല്ലോ പോയ ലില്ലി. ആ ലില്ലി അവിടെ ഇരിക്കേ. എൻ്റെ വല്യമ്മയുടെ പേരല്ല ലില്ലിന്ന്. ലില്ലി വല്യമ്മ. ലില്ലി വല്യമ്മയുടെ പോലെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. നോ ഇഷ്ടല്ല. പൊട്ടിച്ചാ രാവിലെ തന്നെ. ഓ നീ ഒന്ന് മാറി. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒക്കെ സ്വയം പര്യാപ്തത കൈവരിച്ചതാ. ഞാൻ ഉള്ള ആ ലില്ലി പറക്കില്ലടേ. നോ 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 ഏറാ. ചുണ്ടമല്ലി വിരിഞ്ഞു ഇവിടെ. ഓക്കെ that looks nice. Coco. That's good, Irma. Hey, good Mamu. Morning, Mamu. Come here. Esme, come. No camera touching. Thank you. Irma. എടുപ്പിങ് അപ്പറ ആക്കടാ. അതിനെ കൊണ്ട് ഞാൻ ചില്ലറ ചില്ലറ ബുദ്ധിമുട്ടല്ല മറ്റേ കൊണ്ട്. ആ ആ ക്യാമറ അടി 2 തന്നെ ഉണ്ടല്ലോ ഞാന്. ആ അപ്പൊ അത് പോയിട്ട് നോക്കണം എന്തിനാ? ഇനി നിങ്ങൾ ക്യാമറമാത്തോട്ട് ഒന്നും അറിയണല്ലോ. എന്നാ പിന്നെ ഇപ്പം എൻ്റെ കസരയിൽ കയറിയിരിക്കാൻ തീരുമാനിച്ചാ. ഞാൻ ഇരിക്കാം അവിടെ. ഓ വലുതും വേണ? ആ വേണം. അപ്പോൾ അവിടെ ഇരിക്കേ. ആ നീ വേണമെങ്കിൽ ഒന്നാ മതി. നിനക്ക് വേണമെങ്കിൽ കഴിച്ചോ. ഏറമിക്ക് വേണോ?
Good girl, Esme, good girl. Era baby, where are you? Here I am. How do you do? Era baby, where are you? Where are you? എന്ന് വിളിച്ചാൽ കുട്ടിയുടെ കട്ടിൽ അവിടെ ഇരിക്കി. Sit down. Sit down, ta. Na. Good girl, Esme. Good girl, Esme. മുത്ത്. അതൊക്കെ പുതിയ പരിപാടിയാ. ഇതൊക്കെ പിങ്ങ. ഇങ്ങനെ ലോകത്തിന് വേറെ രീതിയിലൂടെ വീക്ഷിക്കുകയാണോ? നീ അവിടെ ഇരുന്നോ? നിനക്കുള്ള കസാര ഞാൻ തരാം. മറ്റേ കസാര അവിടെ സിഡ് എന്ന് പറഞ്ഞാൽ നിലത്തിരിക്കില്ല അത്ര. അമ്മമ്മ അവിടെ ഇരിക്കുള്ളോ സിഡ് എന്ന് പറഞ്ഞാൽ അമ്മയിലേക്ക് ഇരുന്നോ? തരാം അവിടെ ഇരുന്നോ? താങ്ക് യു. സിറ്റ് സിറ്റ് ഡൗൺ. കുണ്ടി കറക്റ്റ് അവിടെ വയ്ക്കേ. എന്നാ നീ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് നടന്നിട്ട് സിറ്റ് ഡൗൺ പറയണ എന്തിനാ? നീയും സിറ്റ് ഡൗൺ. ഇത് സ്റ്റാൻഡപ്പാണ്. സിറ്റ് ഡൗൺ. പാരപ്പീര് അപ്പിട്ടേ ഇരുന്ന് നിരത്തേണ്ടത്. സിറ്റ് ഡൗൺ. കുട്ടിയുടെ കസാര അവിടെ. കോട്ട് പോയിടുക എന്നാലും സാരില്ല. നോ കുഴിയാനെ പോണ പോലെ പോയ കിട്ടിണ്ടെന്ന് ഇവിടെ ഇരുന്ന മര്യാദയ്ക്ക്. അമ്മയല്ല നിന്റെ അച്ഛൻ, അമ്മ മുകളിലാണ്. സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ. യു സിറ്റ് ഡൗൺ ഹിയർ. നീ വാവുന്നാ ഇപ്പൊ ആർക്കും എണ്ണം തെറ്റി കൊടുത്തത്. കഴിഞ്ഞോട്ടോ ഞങ്ങളുടെ മുട്ട തീറ്റ. കുറുമ്പ് കുറച്ച് കൂടി തുടങ്ങി, വലുതായി, ബുദ്ധിയൊക്കെ കുറച്ചു. മറ്റേ പല്ലി ബുദ്ധി മാറി, കുറേശ്ശെ കുരങ്ങ് ബുദ്ധിയിലേക്ക് എത്തിയിപ്പോ. ഇതിന് കുറച്ച് അധികം ബുദ്ധിയുണ്ട്. കുരങ്ങ് മാറി ഗൊറില്ലേ. ഇത് ചിമ്പും. നീയും മുതു കുരങ്ങായി. നീ ഹ്യൂമണായിട്ടില്ല ഇതുവരെ. പിന്നിത്തോ പാര നോട്ടെ മൂട്. അര ഗ്യാസ് പോയിണ്ടല്ലോ. വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. കം ഹിയർ, യു കം. ആൻഡ് യു ആർ ഗുണ്ടീസ്. നീ ഇന്നലെ മൊത്തം അപ്പിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. നീ തേങ്ങ ഒഴുങ്ങിയാ? നീയാണ്. മതി, താങ്ക് യു ട്ടാ. നിങ്ങൾ അപ്പി ഇനി വീണ്ടും മാറ്റിട്ട്. വെറുതെ അല്ല, നടക്കുമ്പോൾ കുണ്ടിക്കൊരു വീർമതാ. ഇങ്ങനെ പോണ്. Another beautiful day. ചെറിയൊരു ക്ലൗഡ് ആണോ മഞ്ഞാണോ എന്ന് അറിയാൻ പറ്റണില്ല. പക്ഷെ ലുക്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഡേ. നോട്ട് ടു കോൾഡ്. ഇന്നലത്തെ മഴയുടെ വെള്ളമെല്ലാം കാറിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. നല്ല രസമല്ലേ രാവിലെ കാണാനായിട്ട്. No heavy rain. How are you? Pingu back lana. You going after a week? Can I touch your face? Cold hands. Come on, honey. Don't be like that. Okay? Can I give you a kiss? Okay. ഇന്നലെ മോഹൻലാലിന്റെ ഷോയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ഷാജോൺ ഇല്ലേ, ഷാജോൺ ഒരു പ്രേതമായിട്ട് അഭിനയിച്ചേ. അപ്പോൾ മോഹൻലാലിന്റെ ഫാനായിരുന്നു. അല്ലല്ല, ഫാനായിരുന്നു. അപ്പോൾ ഷാജോൺ ചേട്ടൻ പറയാണ് മറ്റേ കടിക്കും ഞാൻ, അതുപോലെ ഞാൻ കടിക്കും ഞാൻ, അത് കഴിഞ്ഞ് ഞാൻ ഒരു ഉമ്മ വയ്ക്കേണ്ടതല്ലേ. അപ്പോൾ ആളാവി തന്നെ ഉമ്മ വയ്ക്കാനും കടിക്കാനും പറ്റും. അതുപോലെ I feel like a bit of romantic. ഡോറ് തുറന്നിട്ട് പോണല്ലേ. നല്ല ആൾക്കാര്. ഗുഡ് മോർണിംഗ് ഈങ്ങാപ്പുഴ. മോർണിംഗ് കോണയടി വിത്ത് ടീം ബൂംബാങ് ഓൾ ദ വേ. ഇന്ന് ഈ റിക്വസ്റ്റ് ഈങ്ങാപ്പുഴ എന്നും പറഞ്ഞിട്ട് കുറേ തവണ ഒരാളാന്ന് തോന്നുന്നു പർട്ടിക്കുലർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഗോൾഡയുടെ ആന്റിയുടെ വീടാണ് ഈങ്ങാപ്പുഴ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് തോന്നുന്നു ഒരു 2 years അല്ലെങ്കിൽ 3 years ബാക്കിൽ കോടഞ്ചേരി നമ്മളൊരു പുഴയിലൊക്കെ വന്ന് കുളിക്കുന്നത് ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. And it's a beautiful place, ഈങ്ങാപ്പുഴ. So people from ഈങ്ങാപ്പുഴ including her family, hello, how are you? അപ്പോൾ ഇന്നലെ മോഹൻലാലും അതുപോലെ തന്നെ ക്രൂവും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ന്യൂസിലാൻഡിൽ. അവരുടെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമേ പോയുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് പോവാന്ന് ഡിസൈഡ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അവിടെ പോയി പരിപാടിയെല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഷാജോൺ ചേട്ടനും അവരെന്നെയൊക്കെ, പുള്ളി നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്, എന്നെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ
വൈകുന്നേരം ഈ പരിപാടി കഴിഞ്ഞിട്ട് പുള്ളീനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ അത് പിന്നെ പറയാം. ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റീഫൻ ഡേവിസ് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ട്. വെരി കീൻ ടു കം ആൻഡ് ഹാവ് യുവർ ഫുഡ്, ടേസ്റ്റ് യുവർ ഫുഡ് എന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ബാക്കി കണ്ടവരനൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷെ ബാക്കിയെല്ലാവരും ഇന്ന് തന്നെ പോവാ. എനിക്ക് തോന്നുന്നത് സ്റ്റീഫൻ ഡേവിസും പുള്ളിയും ചിത്ര ചേച്ചി ഇന്ന് പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുള്ളിക്കാരിയും ഇന്ന് അവിടെ ഉണ്ടെച്ചെങ്കിൽ വി ക്യാൻ ഇൻവൈറ്റ് ദം. സോ ബാക്കി വിശേഷങ്ങൾ പറ്റുകയാണെങ്കിൽ വൈകുന്നേരം കാണാം അല്ലേ? നല്ല വൈകുന്നേരം ഇവിടെ വന്നിട്ട് വിളിച്ചു പുള്ളിയുടെ ഫാമിലി ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. അയ്യോ എന്റെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നു, ഓക്കെ ആയിരുന്നു. വന്നാ? ഇനി വെയിറ്റിംഗ് ഓൺ സ്കാനിങ് നൗ. ബൈ അമ്മ. ബൈ ബൈ എസ്മേ, ബൈ ഏറ, ബൈ പിങ്ങോ. ഈ സ്റ്റെപ്പ് എങ്ങനെ ഇവിടം വരെ നീണ്ടേ? ഇതിപ്പോ നിറച്ച സ്റ്റെപ്പല്ലേ ഇവിടെ അല്ലേ? ഓ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന്. കഴിഞ്ഞ ഒരാഴ്ച മൊത്തം നീ വീട്ടിലുണ്ടായിട്ട് എനിക്ക് എന്തോ വിഷമം. കഴിഞ്ഞ ആഴ്ച മോൻ പറഞ്ഞു നീ പോണതാണ് എനിക്കിഷ്ടം. അല്ലെന്ന് കഴിഞ്ഞ ആഴ്ച മൊത്തം നീ ഇവിടെ ഉണ്ടായിട്ട് നീ ഇപ്പൊ പോകുമ്പോ എനിക്ക് വിഷമം എന്നാണ് പറഞ്ഞത്. ക്യാൻ ഐ ഹാവ് യുവർ മൈക്ക് പ്ലീസ്? നല്ല സോറി, ഇനി അതുകൊണ്ട് ബാക്കിയുള്ള ബാക്കിയെല്ലാം കൊണ്ട് സ്നേഹത്തോടെ കൈ കാണിക്കണം. അല്ലെങ്കിൽ ഞാൻ തന്നെ സ്നേഹത്തോടെ കൈ കാണിക്കുന്നുണ്ട്. നല്ല ലൈറ്റിംഗ് ഓൺ യുവർ ഫേസ്. Bye Esme. Bye Pinga. Bye Era. That's a nice. Bye. Bye Erama. Bye Erama. ഉച്ചയ്ക്ക് ഞാനപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നു. ഇന്ന് അവർ വൈകുന്നേരം വരികയാണെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് പശുവിൻ്റെ നാക്ക് മേടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പോർക്ക് ബെല്ലി. അവർ എന്ത് ഫുഡും കഴിക്കുന്ന പറഞ്ഞേ. പോർക്ക് ബെല്ലി നമ്മുടെ ഞാൻ പോർക്കിൻ്റെ തല നോക്കി, തല കിട്ടിയില്ല. അല്ലെങ്കിൽ നമുക്ക് പോർക്കിൻ്റെ തല സെറ്റ് ചെയ്യായിരുന്നു, പകരം നമുക്ക് ബെല്ലി എടുക്കാം. നല്ല പീസ് കഴിക്കട്ടെ അല്ലേ? പിന്നെ നല്ലൊരു സ്കോച്ച് ഫില്ലേ ഫോർ ദ സ്റ്റേക്ക്. ഓക്കെ, ബ്യൂട്ടിഫുൾ സ്കോച്ച്. ദെൻ മാനിറച്ചി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാമൻ്റെ അടുത്ത് മാനിറച്ചി മേടിച്ചു. മാമനും മാനിറച്ചിയാണല്ലോ അടിപൊളി. ഞാൻ 2 കടയിൽ കയറി, എനിക്കിന്ന് മാനിറച്ചി കിട്ടിയില്ല. പിന്നെ കുറച്ച് ഫിഷ് മേടിച്ചിട്ടുണ്ട്, റോ ഫിഷ് സാലഡിന് വേണ്ടിയിട്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ മെനു കേട്ടോ. ഓക്കെ, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സെയിം സാധനം തന്നെയാണ്, അവരും കണ്ടിട്ടുണ്ടായിരിക്കും. സോ അവർ സെയിം ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യട്ടെ അല്ലേ? കഴിഞ്ഞ ദിവസം ഗോൾഡിലെ തിരാമിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. എന്താണെങ്കിലും ഗോൾഡിലെ തിരാമിസ് ഉണ്ടാക്കിയില്ല. അതിന് പകരം നമുക്ക് ഇന്ന് ഇവർക്ക് വേണ്ടിയിട്ടൊരു തിരാമിസ് ഒരു ബാച്ച് ഉണ്ടാക്കാം. നമ്മുടെ തിരാമിസ് എങ്ങനെയുണ്ട്, നമ്മൾ പറയണത് ശരിയാണോ അല്ലോ എന്നൊക്കെ നോക്കണ്ടേ അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അമ്മാരി കളിക്കില്ല നിങ്ങൾക്ക് അറിഞ്ഞൂടെ. സോ ലെറ്റ് ദം ടേസ്റ്റ് മൈ തിരാമിസു. ശരിക്കും തിരാമിസുവിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ജാപ്പനീസാന്ന് തോന്നും ഇല്ലേ? മീസു, ഊസു ഇല്ലേ? അവരുടെ മറ്റേ മീസോ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയല്ലേ അവരുടെ പേര്? അയ്യോ, തിരാമിസുവിൽ ഇത്രയ്ക്ക് ചോക്ലേറ്റ് വേണ്ട കേട്ടോ. എൻ്റെ ഈ അരിപ്പൊക്കെ പാത്രം ഭയങ്കര അതാണ് ഇത്രയ്ക്കധികം ചോക്ലേറ്റ് വീണത്. കുറച്ചധികം ചോക്ലേറ്റ് തിന്നിട്ടെന്ന്. ഇന്ന് പിങ്ങുവിനുള്ള ബിസ്ക്കറ്റും കാപ്പിയായിട്ട് ഞാൻ പോണേട്ടാ. എന്താ കാരണം എന്ന് ഞാനിപ്പോൾ പറയാം. ഞാൻ പിങ്ങുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാട്ടാ. അപ്പോൾ ഇവിടെ കാപ്പിയും ബിസ്ക്കറ്റ് ഇടിക്കുന്നത് കണ്ട. ഇന്നിപ്പോൾ സ്വിമ്മിങ് പൂളിന് ക്ലാസ്സുള്ള കാരണം നേരം വൈകിടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാപ്പിയും ബിസ്ക്കറ്റും കൂടി ഇങ്ങനെ എടുത്തു. ഇപ്പുറത്ത് ഞാൻ അവളുടെ സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, ആക്ച്വലി അവൾക്ക് അറിയില്ല. മറ്റേ വണ്ടിയിൽ അവൾ രാവിലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ബാഗെല്ലാം. അപ്പോൾ ഈ വണ്ടിയിൽ ബാഗ് ഉണ്ടാവില്ല വെച്ചിട്ടായിരിക്കും അവൾ വരുന്നുണ്ടാവുക. You take it. I know you are worried about this. ഡാഡോട് പറഞ്ഞാ അടുത്ത കാറിൽ വരാനായിട്ട്. നീ ഇവിടെ നിന്ന് കാപ്പ് കുടിക്കണോ അതോ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കാപ്പ് കുടിക്കണോ? സ്വിമ്മിംഗ് പൂളില് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിന്റെ ഔട്ട് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കാപ്പ് കുടിക്കുന്നോ അതോ അവിടെ പോയിട്ട് കുടിക്കുന്നോ? എനിക്ക് ലേറ്റ് ആവണ്ട. എന്നാ അവിടെ പോയിട്ട് കുടിച്ചോ, അല്ലെങ്കിൽ വണ്ടിയിൽ ഇരുന്ന് കുടിച്ചോ? വണ്ടിയില് കണ്ട, എല്ലാം പ്ലാനിങ് എല്ലാം ഉണ്ട്. കുട്ടി പാവല്ലേ, നീ ചേച്ചിട്ട് അവിടെ ഉണ്ടാക്കി കൊണ്ടെന്താ അമ്മ പറഞ്ഞത് 5 മണിക്ക് കാപ്പി കൊടുത്താൽ എത്തിയെന്നാ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം. ഇത് മറ്റേ കോട്ടയാണേ, എൻ്റെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാത്ത പോലെയാ. നല്ല രസമുണ്ട് ഈ കർത്താവിൻ്റെയും ഉണ്ണി രൂപത്തിൻ്റെ ഒക്കെ ഡോർ തുറന്നേ. ഇങ്ങനെ മറ്റേ ഒരു ലൈറ്റ് അടിക്കണ പോലെ ഉണ്ടാവില്ലേ തലയിലെ ഉടക്കി, അതുപോലത്തെ ലൈറ്റാണ്. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് ഇവള് സ്വിമ്മിങ്ങിന് ലേറ്റായിട്ട് വരാമെന്ന് പറഞ്ഞ് ടീച്ചർ ചീത്ത വിളിച്ചു. അപ്പോൾ അതാണ് സ്കൂൾ വിട്ടപ്പോൾ അപ്പം തന്നെ ഇങ്ങോട്ട് വരണം. എന്താല്ലേ, ഒരു 5 മിനിറ്റ് വൈകുമ്പോഴേക്കും ഫുള്ള് ടീച്ചർമാർക്ക് ദേഷ്യമാണ്. ഡാഡേനേക്കാളും കഷ്ടമാണ് ദേഷ്യം ടീച്ചർമാർക്ക്. അവര് പറഞ്ഞത് എന്നെ മറ്റേ ഈ സെഷനില് she won't let me go to this session if I be late again. Don't worry, I got you back. No problem, you're not late. Let's go.
ടീച്ചേഴ്സ് നോ ഗുഡ്. I was 6 minutes late, that's why. ഇവൾ 6 മിനിറ്റ് കഴിഞ്ഞ ആഴ്ച ലേറ്റായി. അപ്പോൾ സെഷനിൽ ഇരുത്തൂല എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. ഈ സ്കൂൾ 3 മണിക്ക് അവിടെ നിന്ന് വിട്ടിട്ട് ഈ 3 മണിയുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ഭയങ്കര ബ്ലോക്കാണ്. കാരണം എല്ലാ സ്കൂളും വിടുന്ന സമയമാണ്, ഇവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇപ്പം നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുന്നത് റോങ് ടൈം ആക്ച്വലി. 3:30 എന്ന് പറയുന്നത് ഭയങ്കര അലമ്പ് സമയമാണ്. ദേ അവരിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഹലോ, എന്നെ പറ്റി 2 വാക്ക്. ഞാൻ ന്യൂസിലൻഡിന് വിസ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ സാധാരണ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് വിസ ഒരു മിനിറ്റ്, ഇത് ഞാൻ കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല കേട്ടാ, പുള്ളി പറയണ. ന്യൂസിലൻഡ് വിസ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്നെ കഴിഞ്ഞും കൂടുതൽ ഹാപ്പി ആയത് എൻ്റെ വൈഫും എൻ്റെ മക്കളുമാണ്. കാരണം എൻ്റെ വീട്ടിൽ എന്നും എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഇച്ചിരി ഇപ്പം മസിൽ പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ അല്ലല്ല മസിലുണ്ട്, മസിൽ എനിക്കുണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തടിയുണ്ട്, അത് ഞാൻ ഇപ്പം കുറച്ചോളാം, നിങ്ങളത് പഠിപ്പിച്ചു തന്നാൽ മതി. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്നും ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 പേര്, ഞാനും വൈഫ് ഡിനിയും പിള്ളേർ 2 പേരും കൂടെ വീട്ടിൽ ഇരുന്നിട്ട് ഇവരുടെ വീഡിയോ കാണും. എന്നിട്ട് യസ്മേനയും ഏറെയും തമ്മിൽ തിരിച്ച് അറിഞ്ഞിട്ടാണ് അവൾ പറയുന്നത് ഇതാണ് മറ്റേ ആൾ, ഇതാണ്. ഞാൻ പറഞ്ഞു നിനക്ക് ഇതെങ്ങനെ അറിയാം? എനിക്കറിയാം ഇവരെ എവിടെ കൊണ്ടുവെത്താൻ. എനിക്ക് അത്രയ്ക്ക് ഞങ്ങൾ അറ്റാച്ച്ഡാണ് ബൂംബാങ്ങിൻ്റെ ഫാമിലി ആയിട്ട്. ഇന്നലെ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് ആദ്യം ചോദിച്ചത് എസ്മ എവിടെ, ഏറെ എവിടെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ വീഡിയോ കാണുന്ന ആളാണെന്ന്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ചേട്ടൻ വീഡിയോ കാണാറുണ്ടെന്ന്. അയ്യോ, ഞാനിപ്പോ ഇവിടെ വന്നിട്ട് നിങ്ങളെ കാണാൻ ചെന്നാണ് എന്റെ വൈഫ് എന്നെ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ട്. വണ്ടിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഈ ഡെയിലി വ്ളോഗ് തുടങ്ങിയപ്പോ വ്യൂ കുറഞ്ഞു. ആര് പറഞ്ഞു? സത്യം. എന്താ കാരണം അറിയോ? പണ്ട് ഒറ്റയ്ക്ക് ആൾക്കാർ വീഡിയോ കണ്ടായിരുന്നു. ഇപ്പൊ ഗ്രൂപ്പായിട്ട് കുടുംബത്തോർക്കനെ മറ്റേ പണ്ട് ചന്ദ്രകാന്തി കാണുന്ന പോലെ കാണാം. അപ്പൊ 7 പേര് ഒരുമിച്ച് ഇരുന്ന് കാണുമ്പോ ഒരാളുടെ വ്യൂ ഉള്ളൂ. അങ്ങനെയുള്ള വിഷമമുണ്ട്. അപ്പൊ അതൊന്നും ഒന്ന് മാറ്റണം. എല്ലാവരും ഒറ്റയ്ക്ക് കാണണം. എല്ലാവരും ഇങ്ങനെ വൈകുന്നേരം നേരത്തെ ഒറ്റയ്ക്ക് ഫോണിൽ എടുത്തിട്ട് ഒറ്റയ്ക്ക് തനിയെ കാണുക, ഗ്രൂപ്പ് ആയിട്ടുള്ള കാണുക, ഒഴിവാക്കണം. പിന്നെ പരസ്യം ഒരെണ്ണം പോലും മിസ്സാക്കരുത്. ബിഗ്ഗസ്റ്റ് ആയിട്ട് ഫോർ ദിസ് ഡേ. ഇവിടെ നമുക്ക് ഇവിടെ ന്യൂസിലാൻഡിൽ വന്നിട്ടുള്ള മറ്റ് ലാലേട്ടൻ ഷോയ്ക്ക് വന്നിട്ടുള്ള പരിചയമുള്ള കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം കേട്ടാ. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടന് റോക്കറ്റ് വിടുന്ന ഗിറ്റാറിലാണല്ലേ? എന്താ പറഞ്ഞ? അല്ല, പല രീതിയിലുള്ള റോക്കറ്റ് വിടും. കീബോർഡിന്റെ പേര് പറയാതെ റോക്കറ്റ് പറയാം. അപ്പൊ എന്താണ് ഈ ലോകം? അത്രയ്ക്ക് അത് ആരാ പറഞ്ഞ? ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞു പഠിപ്പിച്ചത്? അതെ, തമാശയായിട്ട് പറഞ്ഞതാണ്. തമാശയായിട്ട് ഞാൻ പറഞ്ഞേ. പുള്ളിക്കാരൻ ലോകത്തിലെ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ആർക്കും അറിഞ്ഞൂടല്ലോ, ഇനി അത് പ്രത്യേകം പറയണം. പുള്ളിക്ക് ഡൗട്ട് ഉണ്ട്. റഹ്മാന്റെ കൂടെയും യാത്ര ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പൈസ കൊടുത്തു സ്വിറ്റ്സർലാൻഡിൽ പറയിപ്പിക്കാനായിട്ട് എനിക്ക് പൈസ തന്ന സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുവന്നതാണ് സ്റ്റീഫൻ. കാരണം പുള്ളിക്കാരന് കുറച്ച് നല്ല നല്ല വാക്കുകൾ പറയണം. ഇടയ്ക്ക് ഷാജൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫാമിലിയായിട്ട് ബെഡ്റൂമിൽ പോയി സീൻ കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഡയറക്ടർ എടുക്കണം. അല്ല, എനിക്ക് മനസ്സിലായില്ല. ബെഡ്റൂമിൽ പോയിട്ട് എന്താ വീഡിയോ കാണുന്നു പറഞ്ഞല്ലേ? അങ്ങനെ അത് ഒഴിവാക്കി. ബ്രോ തൃശ്ശൂർന്നല്ലേ? തൃശ്ശൂർക്കാരെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ആളാണ്. എന്തുട്ടാ ഒരു കാര്യം, നമ്മൾ തൃശ്ശൂർക്കാർ, ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. എന്റെ മകൻ ബൂംബാങ്ങിന്റെ വലിയ ഫാനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇടയ്ക്ക് കാണാറുണ്ട്. എനിക്കെന്താ വെച്ചാൽ നിങ്ങൾ റോ ഫിഷ്, നമ്മുടെ റോ മീറ്റ്, വാഗ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീഴും. നമുക്ക് അതിലൊക്കെ അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ അപ്പൊ റോ ഫിഷ് കഴിക്കാം. പിന്നെ ചേട്ടനും നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ അജിത്താണ്. പക്ഷേ നിങ്ങളെ പോലുള്ള ആൾക്കാരായിട്ട് കണ്ടു, പുതിയ ടേസ്റ്റ് അനുഭവിക്കാൻ പോകുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യമല്ലേ. ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ, എവിടെ റോബിൻ ഇന്നലെ ലാലേട്ടൻ ഓക്ലൻഡ് വന്നിട്ടുണ്ടെങ്കിൽ just because of Robin. Vibe FM ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ NC മൊബൈൽ പരിപാടികൾക്ക് ഞങ്ങൾ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറയും ഞങ്ങക്ക് റോബിൻ ഇപ്പൊ പൈസ തന്നു, വേണമെങ്കിൽ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ തരണം വെച്ചെങ്കിൽ എന്താണെങ്കിലും ഞാൻ കഞ്ഞിവെള്ളം ഉണ്ട് പോക്കോട്ടെ. ഇവിടെ ഇതൊരു ടേസ്റ്റിംഗ് പ്ലാറ്റർ ആണ്. ലൈക്ക് യു ജസ്റ്റ് ഇത് എനിക്ക് തോന്നുന്നില്ലേ നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. വയറ് വീർപ്പിച്ച് പോയത് നമുക്ക് സദ്യ ഒന്നും കഴിച്ചു പോകണ്ടല്ലോ. ഞാനപ്പോ വീണ്ടെടുക്കാം.
പിന്നെ പോരട്ടെ അങ്ങട്. ആ കണ്ണ് ചോരയുള്ള ചേട്ടനാണോന്ന് ഇപ്പോഴും കണ്ണ് ചുമന്നാണ് ഇരിക്കുന്നാണോ? ആ സിനിമ ഈ സിനിമയില് നമ്മൾ ഈ അടുത്ത് കണ്ടില്ലേ, അപ്പൊ അവനെനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ? ആ അതെ, അവള് എസ്മേനെ വിളിച്ചു, എസ്മേ വന്ന് കൈ തന്നട്ടാ. അടിപൊളി അടിപൊളി. പിന്നെ വീട്ടില് ഭാര്യ ഇരുന്ന് വീഡിയോ കാണുമ്പോ നിങ്ങളെയും കൂടി ഒരുമിച്ച് കാണും. ഇവരെ രണ്ടുപേരും എവിടെ ഇരുന്നാലും എന്റെ വൈഫിന് തിരിച്ചറിയാം. അവര് രണ്ടുപേരെ പറ്റി പറയും, ഇതാണ് ഇന്നയാള്, ഇതാണ് ഇന്നയാള്. എങ്ങനെ കേറിക്ക് കാണുന്നില്ല, ഇരുട്ടാ. ഇച്ചിരി കൂടെ കയറി. ഓളുടെ എന്താ നീ ഇങ്ങനെ അരച്ചരച്ചിരിക്കണേ? ഇത്രയും ക്രൗഡിനെ ഇവിടെ ഫേസ് ചെയ്തിട്ടില്ല ചേട്ടാ. അതാണ് അയ്യോ, നമ്മുടെ ഫ്രണ്ട്സ് മാത്രം ഇവിടെ ഉണ്ടാവാറ്. ഹായ് ചേട്ടാ. സാധാരണ തീരെ പരിചയമില്ലാത്തവരെ കണ്ട ഇതെങ്ങനെ പറ്റും മൂത്ത് ചീപ്പ് വെച്ചൊരു അടിക്കാൻ പഠിപ്പിക്കുന്ന വേണമെങ്കിൽ അമ്മനും വെച്ചോന്ന്. ഇനി നമ്മള് ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുള്ള റോ ഫിഷ് ഇല്ലേ, ഇത് റോ ഫിഷിന്റെ മെയിൻ ആള് സ്റ്റീഫൻ. ഈയോ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞ. അപ്പോൾ റോ ഫിഷ് ട്രൈ ചെയ്തിട്ട്, റോ ഫിഷിന് ഞാനിവിടെ ഒരു ചെറിയ ഈ പറഞ്ഞ ഷിയാപ്പാട്ട വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിന്റെ സെന്ററിൽ ഇവിടെ കുറച്ചാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം, അതല്ലെങ്കിൽ സ്പൂണിൽ തന്നെ മഞ്ച് ചെയ്യാം. പിന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് ആർക്കും സ്പൂൺ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ മിനിറ്റ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കോ. ഒരു ചെറുതായിട്ടൊരു ഒരു മിനിറ്റ്, ഞാനിവിടെ മലയാളീകരിച്ചിട്ടുണ്ട്. നല്ല പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് ആക്ച്വലി ഇങ്ങനെ തന്നെയാണ്, ഞാൻ മലയാളീകരിച്ചില്ല. കാരണം ഇത് ആക്ച്വലി ഒരു പസഫിക് ഐലൻഡർ സ്റ്റൈലാണ്. അവര് മുളകിടും. ആദ്യം പുള്ളിയുടെ ഞാനൊന്ന് റിയൽ ഒട്ടും ബയസ്ഡാ വരുന്നിട്ടാ. ടേക്ക് യുവർ ടൈം. I love it. The mix ഫിഷിന് ഭയങ്കര ടേസ്റ്റ്. കൊത്തലില്ല, കോക്കനട്ടിന്റെ പിന്നെ അതിൽ മിക്സ് ചെയ്തിട്ടില്ലേ, കലക്കി അടിപൊളിയാ. ചേട്ടാ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത്, ചേട്ടൻ ട്രൈ ചെയ്ത് കേട്ടാ. ഇങ്ങനെയല്ലേ കണ്ടത്? ഗുഡ്. ഡയറക്ടർ ഫുൾ ടൈം ഡയറക്ഷൻ നല്ല കറക്റ്റായിട്ട് നടക്കുന്നുട്ടാ. ഞാനിത് ബ്രെഡ് വെക്കുന്നില്ല, ഞാനിത് അങ്ങനെ ഞാൻ ബ്രെഡ് വെക്കേണ്ട കൈക്കില് എനിക്കത് റിയൽ ആയിട്ട് ടേസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹം. പച്ചമീനാന്ന് പറയുക? ഒരിക്കലും പറയില്ല, ഉഗ്രനായിട്ടുള്ളൂ, നല്ല ടേസ്റ്റ് ആണോ? ഞാനിവിടെ കഹാവായി, നമ്മുടെ സീ സാൽമൺ എന്ന് പറയുന്ന മീൻ. സാൽമൺ അല്ല, നോ, സീ സാൽമൺ. അത് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ഫിഷ് ഇൻ ന്യൂസിലൻഡ്. സാൽമൺ ഞങ്ങളിപ്പോ അവിടെ സാൽമൺ കഴിക്കാറുണ്ട് സ്വിറ്റ്സർലൻഡില്. സാൽമൺ കഴിച്ചിട്ട് അതിനുള്ളില് ക്രെൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, സോസ്. ആ സാധനം തേക്കും. ആ തേച്ച് കഴിഞ്ഞാൽ ക്രെൻ മൂക്കിക്കോടേക്ക് ഒരു ബ്രെഡിൽ കൂടെ തേക്കുന്നതാണ്. അത് സാൽമൻ്റെ. പക്ഷെ ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. ഞാൻ ഇവർക്ക് ഇത്തവണ ഒരു ഓണം സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. അതിന്റെ പേര് റംസ് എന്നാണ്. ഇതിന്റെ റെസിപ്പി നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, നമ്മൾ ചെയ്യാം. അല്ല, എൻ്റെ അടുത്തൊരു മൈക്ക് ഉണ്ട്, അത് ഞാൻ ഇവരുടെ ഓഡിയൻസിന്റെ ഇതിന് വേണ്ടിട്ട്. അപ്പൊ ആരാ ഇത് ആദ്യം ട്രൈ ചെയ്യണം? അല്ലല്ല, അത് ഇതിന്റെ ഒരു ഫ്ലേവർ സജഷൻസ് പറഞ്ഞ സ്റ്റീഫനാണ്. ഓക്കെ, സോ ഇതിന്റെ ബാക്കിയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചില്ലി ഇസ് ദ ഫസ്റ്റ് ടൈം. ഈ ചില്ലിയുടെ പേരെന്താ? ഈ ചില്ലിയുടെ പേര് ഇന്ന് വായിച്ചു നോക്കിയൊക്കെ, പിക്കൻ പെപ്പേഴ്സ്. ഓക്കെ, മൈൽഡ് ഹോൾഡ്. ഓക്കെ, മൈൽഡ് ആണ്. അപ്പൊ നമ്മുടെ പച്ചമുളകിന്റെ ഫീൽ ഉണ്ടോ? ഇതിന് വേറെ ഒരു ഒന്നൊന്നും അതൊരു കടി, അത് അതിലിട്ടോണ്ട് അത് അത്രയും ഫീൽ അറിയില്ല. പക്ഷെ കടിച്ചാൽ കടിച്ചാൽ ചിലപ്പോ അറിയില്ല. ഒരാള് കടിച്ചോണ്ടിരിക്കുകയാണ് ലാലേട്ടനെ കടിക്കുക. അത് പറഞ്ഞാൽ കടിച്ചിട്ട് മുഖം ഒന്ന് കാണട്ടെ. ആദ്യം ഒരു മധുരം ഫീൽ ചെയ്യും, പിന്നെ കടിക്കുമ്പോ ഒരു ഓക്കെയാണ്. മുളകാണ്. അല്ല, അത് ആക്ച്വലി സ്വീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കാന്താരി മുളക് അതിന്റെ ഒരു 30% അത്രേ ഉള്ളൂ. അപ്പൊ നടിച്ചോട്ടെ.
അതെ ദാരിദ്ര്യമല്ല കേട്ടോ, എല്ലാവർക്കും ഇത് അടിച്ചു വരുമ്പോഴേക്കും 10 മണിയാവും. അത് കാരണം പറഞ്ഞ ഉണ്ടാക്കിയുള്ളൂ. ഒരു കരീബിയൻ ഒരു നാടൻ ഫീൽ ചെയ്തു. ഒരു മാർഗരീത്ത അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. ഒരു ഇത്തിരി ഒരു മസാല ഫീൽ ചെയ്യുന്നുണ്ട്. ആ മസാല എത്തുമ്പോഴാണ് നമ്മള് എവിടെയോ കേരളത്തിലെ എവിടെയോ ഒന്ന് റൗണ്ട് അടിച്ചോ. രസം തന്നെയാണ്. ഇറ്റ്സ് എ രസം. ഞാൻ കുറച്ച് ദിവസം ഒന്ന് ചില്ല് ചെയ്തെടുത്ത രസമാണ്. രസം വിത്ത് ലിറ്റിൽ മധുരം. മധുരം നമ്മുടെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ മസാല പൂരിയുടെ ഒക്കെ ഉള്ളിൽ ഒരു ചാറ് കിട്ടൂലേ, പാനിപൂരിയുടെ ആ പാനി ചാറ്റിന്റെ ഇതില് രസത്തിനെ കൺവേർട്ട് ചെയ്തിട്ട് രസത്തിനെ ഇങ്ങനെ ആക്കിയതാണ്. ഒരു ഡിഫറെന്റ്. വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കള്ളിന്റെ ഉള്ളിൽ കുത്തി കയറ്റിട്ട് വിറ്റ ആൾക്കാർ മേടിക്കട്ടേന്നേ, എന്തെങ്കിലും കാണിക്കണ്ടേ അല്ലേ ഏട്ടാ? റംസാം. ഒരു ചെന്നൈ മൈസൂർ ഒക്കെ പോയൊരു ഫീൽ. മൊത്തത്തിൽ ആ ഒരു ഫ്ലേവർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് വെയിറ്റ് ആണ്, വെജുകാർക്കും കഴിക്കാനാണ് പറയുന്നത്. ചോമയും മൈസൂരും പോയി, ചോമയും കപ്പക്കെട്ടൊക്കെ മാറും അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ഓ, ഇത് പോർക്ക് ബെല്ലി. നീ മണിമലരാജൻ അറിയാമോ? പുള്ളിക്കാരൻ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാവരും ഫുഡ് വേറെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഏറ്റവും ഷാർപ്പ്. ഇതില് നമ്മള് ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സെപ്പറേറ്റ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിലൊരു സംഭവം പറഞ്ഞിട്ട് ഞാനൊരു സംഭവം നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ ഓസ്ട്രേലിയയിലുള്ള സംഭവമാണ് ജീരകം. ജീരകം ഇതിൽ ഇടുക. അവിടെ സാധനം ചെയ്ത് നോക്കി വേറെ വെറൈറ്റി. ഈ ഒരു ചേർന്നോ ഫോണില പ്ലെയിൻ അല്ലേ? ഇതെടുത്ത് നോക്കി. സ്കിന്ന് വെച്ചോ. അങ്ങനെ പോർക്ക് ജസ്റ്റ് ഈറ്റ് ആസ് ഇറ്റ് ഈസ്. ഒരു എനിക്ക് ഭയങ്കര ഓർഗാനിക് ഫീൽ കിട്ടി. അതിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ദ പോർക്ക്, ഉപ്പ് മാത്രം. ആൻഡ് യു ഫീൽ ദ മീറ്റ്. ആ വെട്ട് കാണുമ്പോ അറിയാം സ്വിറ്റ്സർലാൻഡിൽ ഇറച്ചി വെട്ടാണ് ജോലി. നമുക്കയ്യോ ഓവനിൽ വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സ്കിന്ന് കഴിയും. ഇത്രയും ക്രിസ്പി ആവുന്ന സ്കിന്ന് നമ്മൾ കുറച്ചു നേരം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മോൾ വശം ക്രിസ്പി ആക്കും ഗ്രില്ലില്. കഴിച്ച് മടുത്തു, ഇനി ഇത് പറയരുത്. ഇത് ഓൾമോസ്റ്റ് 2 hours. വീട്ടിൽ കാണുന്ന പോലെ തന്നെയാ. കാണുമ്പോ ടേസ്റ്റ് അറിയില്ല, അതറിയാം. ഇപ്പോഴാണ് ടേസ്റ്റ് അറിയാം. കാണുമ്പോ നമ്മൾ കൊതി വിടും. ഇപ്പോൾ ടേസ്റ്റ് ആയി. ഞാൻ ബോംബാങ്ങിന്റെ വീഡിയോ ഇട്ട് വേണമെന്ന് വെച്ചാൽ സാധാരണ ഫുഡ് കഴിച്ച് ആ ഫീല് കാണുമ്പോഴാണ് ഇത് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ആക്ച്വലി ആകുമ്പോൾ ഫുഡ് അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ മുഴുവൻ കണ്ട്. നിങ്ങൾ ഫുഡ് ചെയ്തപ്പോൾ മറ്റേ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? സ്കിന്നായിട്ട് കഷ്ടപ്പാടാണ്. വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഞാൻ വെറുത്ത് ഇരിക്കാം. ഈ തിന്നെയാണ് വെറുത്താണെങ്കിൽ അടിച്ചിരിക്കും. ഈ വീട്ടിൽ പഴമില്ല, അതായിരിക്കും ഓറഞ്ച്. കടിച്ചു പറിച്ച് തിന്നെ, സമയം പോട്ട്. സോസ് ഉണ്ട്. സ്റ്റേക്ക് ജസ്റ്റ് സോൾട്ട് ആൻഡ് ഗാർലിക് ഓൺലി. ചേട്ടാ സോസ് മതി. അത് ചേട്ടന് ഇത് മീഡിയം ഫ്രൈ.
അത് ആ സൈഡ് കിട്ടിയോണ്ട് വാഗ്യൂ അത് മതി ചേട്ടാ. ആ അതാണ് ഞാൻ പറഞ്ഞത്, മീറ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഏജ്ഡ് മീറ്റ് ആണ്. ചേട്ടാ കഴിക്കൂ സ്റ്റേക്ക്. സ്കോച്ച് നമ്മുടെ വാര്യലിന്റെ ഞാൻ പറഞ്ഞുതരാം. ബാക്ക് സ്ട്രൈപ്പ് എന്നൊക്കെ പറയും. ഈ ഭാഗം ഇനി അങ്ങനെ മതിയോ അതോ സോസ് കുറച്ച് ഒഴിച്ചിട്ട് വേണം? അല്ലെങ്കിൽ സോസ് ദേ ആ രമ്യ ദേ അവിടെ കുറച്ച് മഷ്റൂം സോസും ബ്രെഡും ഉണ്ട്, അത് എടുത്തിന്നോ. കത്തി ഇതെടുത്തോ, ഞാൻ മുറിച്ചേരനാ. ഇതിൽ ജസ്റ്റ് മഷ്റൂം ആൻഡ് ക്രീം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ബീഫ് വെന്ത ചാറും. നിങ്ങൾക്ക് സ്റ്റേക്ക് ഒരെണ്ണം കൂടി വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം കുക്ക് ചെയ്ത് തരാം. യു ലൈക്ക് സ്റ്റേക്ക്? ഓക്കെ, 1 സെക്കൻഡ്. ബ്യൂട്ടിഫുൾ. സോ അതേ ഇതിൽ നമ്മൾ മഷ്റൂം മാത്രമേ ഇട്ടിട്ടുള്ളൂ. സ്റ്റേക്ക് ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ നമ്മൾ വേറൊരു ഫ്ലേവർ ഇട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കേനോ? നമ്മളെ അതെന്താന്ന് പറയട്ടാ ചൂട്. പിങ്ങ ലേശ സൗണ്ട് കുറച്ചാറോ മോനെ. എന്താ നല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. എന്നാ പുള്ളിക്ക് കൊടുക്ക്. ബീഫ് അല്ലാന്ന് പറഞ്ഞേ ചേട്ടൻ പറഞ്ഞു. ബീഫ് അല്ല. എന്നിട്ടാ റാബിറ്റാ? അദ്ദേഹത്തിന്റെ വായിന്ന് ഒരു സാധനം വീണു. ആ എന്താ പറയാ? റാബിറ്റാ? റാബിറ്റാണ് സാധ്യതയുണ്ട്. റാബിറ്റ് അല്ല കിട്ടിയ മാൻ. ബീഫിന്റെ നാക്കാണ്. പശുവിന്റെ നാക്ക്. പശുവിന്റെ നാക്ക്. ഹൗസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നാട്ടില് കളിയാണ്. ആരും കട ഇല്ല. പക്ഷെ ഇപ്പൊ നാട്ടില് കിട്ടാല്ല. ഓ നാട്ടില് കിട്ടില്ല. നാട്ടില് പശുവിനെ വെട്ടി അല്ലെ പൂത്തിനെ വെട്ടി കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് നാക്ക, വാല്, നെഞ്ചടി. പിന്നെ അത് കഴിഞ്ഞു വാല്. ഇത് നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തൊരു ടേസ്റ്റ്. അല്ല ഇതെന്ന് പറഞ്ഞാല് ഇത് നമ്മൾക്ക് ഒരു പൊട്ട സാധനം എന്നുള്ള ഒരു രീതിയിൽ കൺസിഡർ ചെയ്തിട്ടാണ് തിന്നാത്ത്. ഇത് പക്ഷെ ടേസ്റ്റ് ചെയ്ത് ഒരു ഇത് കഴിക്കും, പിന്നെ സാധനം കിട്ടൂല, മാർക്കറ്റിൽ കിട്ടൂല. ഇത് കഴിച്ചു നമുക്ക് വേണ്ടേ? അപ്പൊ താങ്ക് യു ട്ടാ. ഞാനൊരു വൈൻഡപ്പ് പറഞ്ഞോട്ടെ. ഇത് യൂട്യൂബിനുള്ളതാണ്. ഇത് നിങ്ങളുടെ ഫാമിലി കാണും അല്ലേ? അപ്പൊ താങ്ക്സ് ഫോർ വിസിറ്റിംഗ് us. ബൂം പാങ് റെഡി. ഇതൊക്കെ അങ്ങനെ വേണം പറയാൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണം കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ. ബൂം പാങ്. നാക്ക്. ഇതൊക്കെ ഇത്രയും നേരം ഒരു ആരും കൂടി ഉണ്ടായിരുന്നില്ല. ഇവര് പോവല്ല, എല്ലാവരും ഫുഡ് മാമനൊക്കെ ഓടി അടി. കണ്ട പോലെ അഭിനയിക്ക്. അവര് തിന്നല്ലേന്നായിരുന്നു മനസ്സിലാഗ്രഹിച്ചിരുന്നതിന്. നോക്കി ഈ വീഡിയോ അവര് ഇനിയും കാണൂട്ടാ. നല്ല ക്യാച്ചപ്പായിരുന്നു. അതേ എൻജോയ്. അവർക്ക് ഇങ്ങനെ വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ നാക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിയത്. ബട്ട് അതേ എൻജോയ്. ബ്യൂട്ടിഫുൾ. നൈസ് ടു സീ ദം. ഇന്ന് അവർ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. ഞങ്ങൾ 2 വെള്ളമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴും മനസ്സിലായേ നമ്മൾ തിരാമിസ് ഉണ്ടാക്കിയത് അവർക്ക് കൊടുക്കാൻ വിട്ടുപോയി. ഞാൻ സാഹചര്യനെ വിളിച്ച് പറഞ്ഞു, അതായത് ഇനി വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടിക്കാം.
എൻ്റെ തിരാമിസു ഷാജാഞ്ഞേട്ടാ വീഡിയോ ഞങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കാണുമ്പോൾ ഈ തിരാമിസു നോക്കിയിട്ട് കൊതി വിട്ടോളൂ. ഓക്കെ, നമുക്ക് ഒരു പ്രാവശ്യം നാട്ടിൽ വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഇങ്ങോട്ട് കയ്യിൽ നിന്ന് വീഴണം, ഈ സാധനം പൊട്ടും. ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്താ ഇങ്ങനെ ഇരിക്കുന്നു? അരുണിന് ഒരിക്കലും ഡെസേർട്ട് വേണ്ട. പക്ഷെ ഇത് ഈ സാധനം കുറച്ച് കഴിയുമ്പോൾ ഈ പാത്രം എടുക്കാൻ അണ്ണാക്കിൽ ആദ്യം കണ്ട ഫസ്റ്റ് സ്പൂണിന് എത്തി കണ്ട മാമ. ഒരു സ്പൂൺ 10 എണ്ണത്തിലാണെങ്കിലും തിന്നണ വായ ഒന്നാണെന്ന് മനസ്സിലാക്കുക. അയ്യോ മാമ, ഇത് വള്ളംകളിയല്ല, ഇത് ഡെസേർട്ടാ. ഒരു സ്പൂണിലെടുത്ത് തിന്നാളാ. മാമ വിചാരിച്ചത് എന്റെ പുന്നപ്പടകയിലെ വെള്ളംകളിയാന്നാ. എന്തൊരു കാണിക്കണ മാമ ഇത്? തിരാമിസുവിന് ഇമ്മാരി ബ്രാൻഡി അല്ല, റാം. ആ മാമ ഐസ്ക്രീം തിന്നണ പോലെയാണല്ലോ തിന്നണേ. ഓണത്തിന് തിരാമിസ് മാമന്റെ അവിടെ തിരുവനന്തപുരത്ത്. നിങ്ങൾ വണ്ണൊക്കെ കുറഞ്ഞ് നന്നായിട്ടിരിക്കുന്ന സമയട്ടാ. വെറുതെ ആവശ്യം ഡെസേർട്ട് കഴിക്കണ്ടേ നാളെ? ആ രാവിലെ നമുക്ക് എക്സസൈസ് കേക്കല്ല, നമ്മളെ ഇങ്ങനെ ചെത്തി എടുക്കുന്നേ. ഇങ്ങനെ എടുക്ക. അപ്പുവിന്റെ റിവ്യൂ എടുക്കണ്ട. ആ അരുമാമ പിണങ്ങിട്ടാ, അതായത് മൊത്തം പുള്ളിക്ക് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് പിണങ്ങി. നമ്മളെല്ലാരും ഷെയർ ചെയ്ത് എടുക്ക്. ബ്രാൻഡി ചെറുപ്പ് ബിസ്ക്കറ്റ് ഞാൻ സോക്ക് ചെയ്തത് പോരായിരുന്നു. ക്രീം നല്ല, പക്ഷെ തിരാമിസ് തീർന്നു. തിരാമിസ് തീർന്നു. ഓക്കെ അല്ലേ? അപ്പൊ സോ അനദർ ബ്യൂട്ടിഫുൾ ഡേ എൻഡിങ് നൗ. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മുടെ ഡെയിലി വ്ളോഗിനേക്കാൾ ഉപരി അവരിവിടെ വൈകുന്നേരം വന്ന് അവർ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദേ എൻജോയ്ഡ്, വി എൻജോയ്ഡ്. ഇന്ന് മൺഡേ ആണ്, പക്ഷെ ഫീൽ ലൈക്ക് സൺഡേ. കാരണം ഇങ്ങനെ ഒരു പാർട്ടി നൈറ്റ് സാധാരണ മൺഡേ ഇവിടെ നമ്മളാരും ഓർഗനൈസ് ചെയ്യാറില്ല. ബട്ട് വി ഓൾ ഡിഡ്. താങ്ക് യു. സെയിം ടീം അവരൊക്കെ വിട്ടു. അപ്പോൾ ബൈ ഫോർ നൗ. ബൈ ബൈ. ഞാൻ പറയാം ആദ്യമായിട്ട്